ലോകം മുഴുവൻ ഓരോ പുതിയ ട്രെൻഡിന്റെ പിന്നാലെ ഓടുകയാണ്. പക്ഷേ ഇതിലൊന്നും വീഴാത്ത, ഇതെല്ലാം കണ്ട് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്തു പോകുന്ന ചിലരുണ്ട്. സത്യത്തിൽ ആരാണവർ? പലരും അവരെ വിളിക്കുന്നത് ബോറിംഗ് എന്നോ ഓൾഡ് സ്കൂൾ എന്നോ ഒക്കെയാണ്. എന്നാൽ സൈക്കോളജി പറയുന്നത് മറ്റൊന്നാണ്. ട്രെൻഡുകൾക്ക് പിന്നാലെ പോകാത്ത അവർ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെക്കാൾ ഒരുപടി മുകളിലാണ് ചിന്തിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അവരെക്കുറിച്ചാണ്. ആൾക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന, വ്യത്യസ്ത ചിന്ത കൊണ്ട് മറ്റുള്ളവരെ പുറത്താക്കുന്ന ക്രിയേറ്റീവ് പേഴ്സൺ, വേറിട്ട് നിൽക്കുന്ന ആ റെയർ ബ്രീഡിനെ കുറിച്ച്. ആദ്യത്തെ കാര്യം, അവർക്ക് കയ്യടികൾ ആവശ്യമില്ല. ഭൂരിഭാഗം ആളുകളും എക്സ്റ്റേണൽ വെരിഫിക്കേഷന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതായത് മറ്റുള്ളവർ ലൈക്ക് ചെയ്താലേ അല്ലെങ്കിൽ സമ്മതിച്ചാലേ അവർക്ക് സന്തോഷം കിട്ടും. അതുകൊണ്ടാണ് അവർ ട്രെൻഡുകൾക്ക് പിന്നാലെ പോകുന്നത്, ടു ഫിറ്റ് ഇൻ. പക്ഷേ ഇവരുടെ കാര്യം അങ്ങനെയല്ല. അവരുടെ വാല്യൂ എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലെ ലൈക്കോ നാട്ടുകാരുടെ കമൻറ്റുകളോ അല്ല. അത് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. എനിക്ക് എൻ്റേതായ ക്വാളിറ്റി ഉണ്ട്, അത് തെളിയിക്കാൻ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ആ ഒരു ചിന്ത, ദാറ്റ് ഈസ് എ സൈൻ ഓഫ് ഹൈ ഇൻ്റലിജൻസ്. രണ്ടാമത്തെ കാര്യം, അവരിടയ്ക്കിടെ മാറുന്നവരല്ല. ഇന്നത്തെ ട്രെൻഡ് നാളെ ഔട്ടാകും. അതുകൊണ്ട് ട്രെൻഡ് ഫോളോ ചെയ്യുന്നവർക്ക് ഓരോ ദിവസവും അവരുടെ പേഴ്സണാലിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇക്കൂട്ടർക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് കൃത്യമായി അറിയാം അവരാരാണെന്ന്. അവർക്ക് എന്തിഷ്ടമാണ്, എന്ത് വിശ്വസിക്കണമെന്ന് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നൊരു സിസ്റ്റത്തിന് എന്തിനാണ് വെറുതെ ഒരു അപ്ഡേറ്റ്? സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങൾ അവരെ സംബന്ധിച്ച് വെറും നോയ്സ് മാത്രമാണ്. ആ നോയ്സിനെ മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ പവർ. പിന്നെയുള്ളത് ഫോക്കസ് ആണ്. ഓരോ പുതിയ ട്രെൻഡ് വരുമ്പോഴും അത് പഠിക്കാനും അതിനുള്ള സാധനങ്ങൾ വാങ്ങാനും ആളുകൾ വലിയൊരു എനർജി കളയുന്നുണ്ട്. പക്ഷേ ഇവർ സ്വന്തം സമയത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണ്. അവർ സ്വന്തം ഫോക്കസിനെ പണം പോലെയാണ് കാണുന്നത്. അത് ചിലവാക്കാൻ മാത്രം മൂല്യമുള്ള കാര്യങ്ങൾക്കേ അവരത് ഉപയോഗിക്കും. ചെപ്പ് ത്രിൽസിന് വേണ്ടി സമയം കളയാതെ സ്വന്തം കരിയർ, പാഷൻ, റിലേഷൻഷിപ്സ്, ഇതിലൊക്കെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോങ് ടേമിൽ അവരെപ്പോഴും വിജയിക്കുന്നത്. ഫൈനലി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ആരുടെയും ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്ന വാശിയാണ്. എല്ലാവരും ചെയ്യുന്നത് നീയും ചെയ്യ് എന്ന് സമൂഹം പറയുമ്പോൾ അതനുസരിക്കാൻ അവരുടെ മനസ്സ് സമ്മതിക്കില്ല. എൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇതൊരു അഹങ്കാരമല്ല, സ്വന്തം ഫ്രീഡം ആർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു തീരുമാനമാണത്. ആൾക്കൂട്ടത്തിൻ്റെ അടിമയാകുന്നതിനേക്കാൾ അവരിഷ്ടപ്പെടുന്നത് സ്വന്തം രാജാവായി ജീവിക്കാനാണ്. ട്രെൻഡുകൾ വരും പോകും, പക്ഷെ ഇങ്ങനെയുള്ളവർ അവരെപ്പോഴും ഒരു ക്ലാസ്സായി തന്നെ നിലനിൽക്കും. ഇതൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഈ സംസാരിച്ച ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നിയോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, യു ആർ ഡിസ്റ്റിങ്ക്റ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കണക്റ്റ് ആയത്? കമൻറ്റിൽ പറയൂ. അടുത്ത വീഡിയോയിൽ കാണാം.